പറവൂർ കെടാമംഗലം മേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ വ്യാപക വെള്ളക്കെട്ട്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. ദേശീയപാത അതോറിറ്റി പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ല എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഇതിന്റെ എന്ത് അശാസ്ത്രീയത കൊണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്? വിശദ വിവരങ്ങൾ എന്തൊക്കെ പ്രദീപ്? പുതിയ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പറവൂർ കെടാമംഗലം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ പലപ്പോഴും ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. നാട്ടുകാർ ഇക്കാര്യം പലതവണ ജില്ലാ ഭരണാധികാരികളുടെയും ഒപ്പം ദേശീയപാത അതോറിറ്റിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് അദ്ദേഹം ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസം പറവൂർ നഗരസഭയിലെ 26-ാം ഡിവിഷനിൽപ്പെടുന്ന കെടാമംഗലം പ്രദേശത്താണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്നത്. 2-3 ദിവസമായി ഇവിടെ നല്ല വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം രോഗിയായ ഒരാളെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെള്ളക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരിച്ചു. തിരികെ വീട്ടിൽ മൃതദേഹം എത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ഏറെ പണിപ്പെട്ടാണ്. ഒരു വിധേനയാണ് പല തട്ടുകളാക്കി കല്ലും കട്ടയുമൊക്കെ ഇട്ട് നികത്തിയെടുത്ത് അതിന് മുകളിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് നാട്ടുകാർ പറയുന്നു. ദേശീയപാത അതോറിറ്റി പ്രശ്നത്തിൽ ഇടപെടാം, പരിഹരിക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ ആത്മാർത്ഥമായ ഒരു ശ്രമം ദേശീയപാത അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ജില്ലാ അധികൃതരുടെയോ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഏറെ നാളുകളായി ഈ പ്രദേശത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നാട്ടുകാർ വിവിധ കേന്ദ്രങ്ങളിൽ പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ ദേശീയപാത പണി നടക്കുന്ന ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, പ്രദീപ് ജോസഫാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏറെ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. അസുഖബാധിതർ, പ്രായമായവർ, കുട്ടികൾ തുടങ്ങി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അസുഖബാധിതനായ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത്രയധികം വെള്ളക്കെട്ട്. നിരന്തരം മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഈ വെള്ളക്കെട്ടിലൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി എന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ രൂക്ഷത എത്രത്തോളം എന്ന് മനസ്സിലാവുന്നത്.